ഹലോ ഗൈസ്, ഡ്രീംസ് ഓഫ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു തംബ്നെയിൽ കറക്റ്റായിട്ടുള്ള ഒരു ആംഗിളിൽ നമുക്ക് എടുക്കാം, എങ്ങനെയാണ് അത് എഡിറ്റ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്, ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ആളുകളും കുറേ അധികം ചോദിച്ചിട്ട് എന്നോട് കുറേ ആളുകൾ വിളിച്ച് ചോദിച്ചു, കുറേ ആളുകൾ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട്, കുറേ ആളുകൾ എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസറായിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ നിങ്ങൾക്കൊരു തംബ്നെയിൽ കറക്റ്റായിട്ടുള്ള ഒരു ആംഗിൾ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫൈ ചെയ്യുള്ളൂ. വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു തംബ്നെയിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുതരാം, അതായത് എങ്ങനെ ഒരു തംബ്നെയിൽ എടുക്കണം എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങളുടെ കണ്ടൻറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം തംബ്നെയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തംബ്നെയിൽ എടുക്കുക. അതെന്തിനാണ് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു തംബ്നെയിൽ എടുക്കേണ്ടത്, എങ്ങനെയൊക്കെ ഇതിന് ക്യാപ്ഷൻ കൊടുക്കുക എന്നൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നല്ലൊരു ആംഗിൾ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ ഞാനൊരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് അല്ലെങ്കിൽ റിവ്യൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു അടിപൊളി ആംഗിൾ കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു പ്ലേസിൽ ആ ഒരു ഫോൺ പ്ലേസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് അത് പല ആംഗിളിലായിട്ട് വെച്ച് നോക്കുക. അതിലേറ്റവും നല്ല കിടിലൻ ആംഗിൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷൂട്ട് ചെയ്യുക. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ എന്നുള്ള മോഡ് ഉണ്ടാവും, ആ ഒരു മോഡിലിട്ട് എടുക്കരുത്. അങ്ങനെ ഒരു സമയത്ത് ഫുള്ള് ഓട്ടോയിലായിരിക്കും, അതിൻ്റെ ക്വാളിറ്റി മാക്സിമം നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ മാക്സിമം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ക്യാമറ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് പ്രോ മോഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും, അതിലോട്ട് ജസ്റ്റ് സ്വിച്ച് ചെയ്യുക. എന്നിട്ട് അതിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ മാനുവലായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം, ഓട്ടോയിലല്ല. അതായത് നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഒക്കെ നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ വലുതായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട, അതിൻ്റെ ബേസ് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഫോട്ടോഗ്രാഫിക്ക് മെയിനായിട്ട് വേണ്ടത് ISO, അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ്, പിന്നെ എക്സ്പോഷർ, പിന്നെ ഷട്ടർ സ്പീഡ്, അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ അറിയേണ്ടത് കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് ISO വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട, അത് ഓട്ടോ മോഡിൽ ഇട്ട് വെച്ചാൽ മതി. അതായത് നിങ്ങളുടെ ക്യാമറ പോലെയല്ല, ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ എന്ന് പറയുന്ന സമയത്ത് ISO നിങ്ങൾക്ക് കൂട്ടാനൊന്നും പറ്റില്ല. ഇപ്പോൾ മിക്ക ഫോണുകളിലും ഒരു 600-700 ഉണ്ടാവുകയുള്ളൂ ISO. സോ നിങ്ങളത് ഓട്ടോയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ച് ലൈറ്റിങ്ങിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് കൂടിക്കോളും. സോ നിങ്ങൾ ISO ഓട്ടോയിലിട്ട് വെച്ചാൽ മതി. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, ഓട്ടോയിലിട്ട് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ വൈറ്റ് ബാലൻസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോയുടെ കളറും വൈറ്റ് ബാലൻസും കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ നിങ്ങളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് കളർ ഗ്രേഡൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4800 കെൽവിനിലിട്ട് ഷൂട്ട് ചെയ്യുക. ആ ഒരു സമയത്ത് നിങ്ങളുടെ കളേഴ്സൊന്നും, നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല, കളേഴ്സൊന്നും അക്യുറേറ്റ് അല്ലായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ അതിനെ എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്കിപ്പം ആ ഒരു വൈറ്റ് ബാലൻസ് ഓട്ടോയിലിട്ട് എടുത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കളേഴ്സൊക്കെ അതുപോലെ തന്നെ ഇരിക്കും, എങ്ങനെയാണോ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും കളേഴ്സൊക്കെ. നിങ്ങൾക്ക് പിന്നെ അത് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു കറക്റ്റായിട്ടൊരു കളർ ഗ്രേഡ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4800 കെൽവിനിലിട്ട് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അടുത്തതാണ് എക്സ്പോഷർ. ഈ എക്സ്പോഷർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു റൂമിനനുസരിച്ചുള്ള ലൈറ്റിങ്ങിൻ്റെ സംഭവമാണ്. അതായത് കുറേ അധികമൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം മാത്രമേ ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റൂം ഒരു ഡാർക്കായിട്ടുള്ളൊരു റൂമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈറ്റ് ബാലൻസ് 2.0 വെക്കുക. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഒരു ഡാർക്കായിട്ടുള്ള റൂമാണെന്നുണ്ടെങ്കിലും നല്ല കളർ കൂടും. ഓക്കെ, കളറല്ല, അതിൻ്റെ ലൈറ്റ് കൂടും. ഇപ്പം നിങ്ങളൊരു ഭയങ്കര ലൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഔട്ട്ഡോർ സിറ്റുവേഷനിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പോഷർ നിങ്ങൾ ജസ്റ്റ് 0.5 ഇട്ട് വെക്കുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓവറായിട്ട് ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ അത് ഡിഫ്യൂസ് ചെയ്തോളും. പിന്നെ നിങ്ങളൊരു നോർമൽ റൂമിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ച് മാക്സിമത്തിലോട്ട് ഇട്ട് വെക്കരുത്. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഫോണിൻ്റെ സെൻസേഴ്സ് ചെറിയ സെൻസേഴ്സാണ്. നമ്മുടെ ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കാട്ടായിരുന്നു, ബട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ ആവുന്ന സമയത്ത് നിങ്ങൾക്കത് കുറേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രേപ്പ് കൂടും. ഓക്കെ, ഒരു ഗ്രേപ്പ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മുടെ
നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറാസിൻ്റെ സെൻസേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ സെൻസേഴ്സാണ്. സോ നിങ്ങൾക്കത് മാക്സിമം കൂട്ടി വെച്ച ചെറിയ ചെറിയ ഗ്രേപ്പ് വരും. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു ലൈറ്റിങ്ങിനനുസരിച്ചുള്ള കറക്റ്റാക്കി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റാക്കി വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ക്യാമറയുടെ സെറ്റിങ്സ് കാട്ടേണ്ടത്. ഇനി ഇതിൻ്റെ ആംഗിൾസിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തു, ആ ഒരു ഫോട്ടോനെ നിങ്ങൾ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തത് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിനെ ഇനി എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് മാക്സിമം കറക്റ്റാക്കി ഔട്ട്പുട്ട് എടുക്കാമെന്ന് നോക്കാം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. ചിലപ്പോൾ ഫോട്ടോഷോപ്പ്, ചിലപ്പോൾ സ്നാപ്സീഡ്, ചിലപ്പോൾ ലൈറ്റ് റൂം, അങ്ങനെ ഇതിലാണ് ഞാൻ കളർ ഗ്രേഡൊക്കെ ചെയ്യാറ്. കളർ ഗ്രേഡ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ചെറിയ കളേഴ്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ആദ്യം കളർ കറക്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു ഇമേജിനെ ഞാൻ ഇടുന്നത് സ്നാപ്സീഡിലാണ്. ഓക്കെ, അപ്പോൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഇമേജ് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ അധികം അതിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും നിങ്ങൾ കണ്ടിട്ട് ഭയങ്കര ഇതാവൊന്നും വേണ്ട. അതിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സെലക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ആ ഒരു ടൂൾ ബോക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സെലക്റ്റീവ് എന്ന് പറയുന്നൊരു ഓപ്ഷന്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പോയിൻ്റർ കാണും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടെ കറക്റ്റായിട്ട് ലൈറ്റിംഗ് ഇല്ല. ഇവിടെ ഞാൻ വൈറ്റാണ് ഉദ്ദേശിച്ചത്, ബട്ട് ഇവിടെ ചെറിയൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പോയിൻ്റ് അവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ 2 ഫിംഗർ കൊണ്ടും ജസ്റ്റ് അതൊന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ആ ഒരു സൈസ്. ഓക്കെ, അത് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ അതിൻ്റെ ബ്രൈറ്റ്നെസ് അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷനും കോൺട്രാസ്റ്റൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു മുഖത്ത് കുറച്ച് ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പോയിൻ്റ് ജസ്റ്റ് നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പം കുറച്ച് ഡാർക്കാണ്, അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടി കൊടുക്കുക, സാച്ചുറേഷൻ കുറച്ച് കുറക്കുക, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അത് സേവ് കൊടുക്കുക, എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്നാപ്സീഡിലെ പരിപാടി കഴിഞ്ഞു. അടുത്ത് നമ്മുടെ ഫോട്ടോഷോപ്പ് മൊബൈൽ വേർഷന്. ഓക്കെ, PC ഉള്ളവർക്ക് ചെയ്യാം. PC ഉള്ളവർക്ക് ഒരു ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് തന്നെ എല്ലാ പരിപാടിയും ചെയ്യാം. അപ്പോൾ ഞാൻ PC ഇല്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫോട്ടോഷോപ്പിൻ്റെ മൊബൈൽ വേർഷൻ കയറ്റുക. അതിനുശേഷം നിങ്ങൾ അതിലുള്ള കുറച്ച് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ കൂട്ടിയും കുറച്ചും കൊടുക്കുക. അതിനായത് ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടി കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ളതൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം മെയിനായിട്ട് ഇമേജ് എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ഞാൻ കണ്ടെത്തിയത്, എനിക്ക് ഫീൽ ചെയ്തത് കൈൻമാസ്റ്റർ തന്നെയാണ്. അതായത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ കൈൻമാസ്റ്റർ തന്നെയാണ് ഈ ഒരു തംബ്നെയിൽ എഡിറ്റ് ചെയ്യാനും ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻ ആൻഡ്രോയിഡ്. ഓക്കെ, ആൻഡ്രോയിഡ് ഫോണിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് നമ്മുടെ കൈൻമാസ്റ്റർ തന്നെയാണ്. നിങ്ങൾ അതിലൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ഏകദേശം എല്ലാ തംബ്നെയിൽസും ഞാൻ എൻ്റെ കൈൻമാസ്റ്റർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് എഡിറ്റ് ചെയ്തത്. അതായത് അതിൽ നിങ്ങൾക്ക് കളർ കറപ്ഷനൊന്നും ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ലോഗോ കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടാവണം. പിന്നെ കുറച്ച് സ്കില്ലും കുറച്ച് എക്സ്പീരിയൻസും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ കൈൻമാസ്റ്ററിലോട്ട് പോയാൽ നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടില്ല. നിങ്ങളൊരു 2-3 മാസം അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുക. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം ഞാൻ കൊടുക്കുന്ന ടെക്സ്റ്റൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതുപോലെയാണ് ഞാൻ എൻ്റെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. എന്നിട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് നീക്കി വെക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. സോ അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നിങ്ങളുടെ ഐഡിയാസ് യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. മൊബൈലിൽ ഏറ്റവും അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കണ്ടതിൽ ഏറ്റവും അടിപൊളി കൈൻമാസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളൊരു തംബ്നെയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കാണിച്ചിരുന്ന ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും, ഞാൻ എഡിറ്റഡ് ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എഡിറ്റ് ചെയ്യാതെ പല ആളുകളും എനിക്കൊരു കമ്പ്യൂട്ടറില്ല, എനിക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തംബ്നെയിലൊന്നും മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാതെ ഗൂഗിളിൽ നിന്ന് തന്നെ കിട്ടുന്ന തംബ്നെയിലൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ
ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ യൂട്യൂബ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടി ഒന്ന് യൂസ്ഫുൾ ആക്കി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടിയവർക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. സീസൺ ബൈ.